ഏവർക്കും മിറാക്കിൾ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശുഭഗ്രഹമായ വ്യാഴം മാർച്ച് 11 നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ 7 രാശിക്കാർക്ക് നല്ല ഫലങ്ങളും രാജയോഗവും അനുഭവത്തിൽ വരും. ഇതിൽ വ്യാഴത്തിൻ്റെ സ്ഥാനത്തിനനുസരിച്ച് ഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. സമ്പത്ത്, ഐശ്വര്യം, വിദ്യാഭ്യാസ പുരോഗതി, ഭാഗ്യം മുതലായവ കൈവരിക്കാൻ സാധിക്കുന്ന 7 രാശിക്കാർ. ഒന്നാമതായി ഇടവൻ രാശി. കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ അര എന്നീ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ വരുന്നത്. ഇവരുടെ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ആണ് വ്യാഴം സഞ്ചരിക്കുന്നത്. പലവിധത്തിൽ പല വഴികളിൽ നിന്ന് ധനം വന്നു ചേരും. ഇവർക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായി മോചനം ലഭിക്കും. മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും. കുടുംബത്തിൽ ഈശ്വരാനുഗ്രഹം വന്നു ചേരും. വളരെയധികം ധനം ലഭിക്കും. അടുത്തതായി മിഥുനൻ രാശി. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ വരുന്നത്. ഇവരുടെ കർമ്മസ്ഥാനത്തു കൂടിയാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മരംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. ജോലിയിൽ ഉയർച്ച. വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതിയും ലാഭവും ഉണ്ടാകും. വിവാഹം നടക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും. ധനധാന്യങ്ങൾ ലഭിക്കും. സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. മനസ്സമാധാനം ലഭിക്കും. കുടുംബസ്വത്ത് വന്നു ചേരും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നന്മയും പുരോഗതിയും ഇവർക്ക് വന്നു ചേരും. അടുത്തതായി തുലാം രാശി. ചിത്തിര, ചോതി, വിശാഖ എന്നീ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ വരുന്നത്. ഇവരുടെ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഓരോ രാശിയിലെ നക്ഷത്രക്കാരും അവരുടെ ദശാകാലം പരിശോധിച്ച് ആവശ്യമായ പൂജകളും വഴിപാടുകളും നടത്തിക്കൊണ്ടിരിക്കണം. വ്യാഴം നല്ല ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് ഭാഗ്യസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ദൈവാനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കുന്നു. വിദേശ ജോലിയും വിദേശ പഠനവും അവർക്ക് സാധ്യമാകുന്നു. അടുത്തതായി ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാരെന്ന് പറയുന്നത് മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരാണ്. ഇവരുടെ 11ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 11ാം ഭാവം എന്നാൽ സർവാഭീഷ്ടസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് ഇവർക്ക്. ജീവിത വിജയം ഉണ്ടാകും. ഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് നല്ല ഉന്നതി ഉണ്ടാകും. കടബാധ്യതകളെല്ലാം തീർക്കാനുള്ള വഴി തുറന്നു കിട്ടും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പുതിയ വാഹനം, വീട്, ഭൂമി, ധനം എല്ലാം വന്നു ചേരും. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ വരുന്നത്. ഇവരുടെ 7ാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവമാണിത്. വ്യാഴം സഞ്ചരിക്കുന്ന ധനുഷ് രാശിക്കാരുടെ രാശ്യാധിപൻ കൂടിയാണ് വ്യാഴം. വ്യാഴം സുഖസ്ഥാനത്ത് ആയതിനാൽ വളരെയധികം സുഖവും സന്തോഷവും ഇവർക്ക് ലഭിക്കുന്നു. മാർച്ച് 11 മുതൽ ഒരു വഴിത്തിരിവിൻ്റെ കാലമാണ് അവർക്ക് വന്നു ചേരുന്നത്. ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിക്കിട്ടും. പുതിയ തൊഴിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, തൊഴിൽ രംഗത്തുള്ള പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ഏത് കാര്യം ചെയ്യുന്നതിനും അവർക്ക് വളരെയധികം നല്ല വഴികൾ തുറന്നു കിട്ടും. മുന്നോട്ടുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടുന്ന സമയമാണിത്. ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറി തുടങ്ങും. ഇവിടെ പറയുന്ന രാശിഫലം പൊതുവായിട്ടുള്ള ഫലമാണ്. ഓരോരുത്തരുടെയും ജനനസമയത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അടുത്തതായി കുംഭൻ രാശിക്കാരാണ്. കുംഭൻ രാശിക്കാരായ അവിട്ടം, ചതയം, പൊരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണിത്. എല്ലാ കാര്യത്തിലും പുരോഗതി ഉണ്ടാകും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ചെയ്യുന്ന ജോലിക്ക് അർഹമായ പ്രതിഫലം ലഭിക്കും. വിവാഹം, ഭാഗ്യം, സന്താനം എന്നീ ഭാഗ്യങ്ങൾ എന്നിവയ്ക്ക് യോഗം കാണുന്നു. ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണങ്ങൾ ലഭിക്കും. നിങ്ങൾ ജീവിത വിജയമുണ്ടാകുന്ന സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തുടങ്ങിവെച്ച ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. പ്രധാനമായും മനസ്സമാധാനം ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. പല ഭാഗങ്ങളിൽ നിന്നും ധനസഹായങ്ങളും ലഭിക്കും.
അവസാനത്തെ രാശി മീനൻ രാശിയാണ്. പൂരുരുട്ടാതി, അര ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണ് മീനൻ രാശിയിലുള്ളത്. മീനൻ രാശിക്കാരുടെ രാശിയാധിപനും വ്യാഴം ആണ്. ഇവരുടെ 4-ാം ഭാവത്തിലേക്കാണ് ഭാവത്തിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഈ വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാരം അവരുടെ സകല ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടും. എല്ലാവിധ സുഖസൗകര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. വിദേശ ജോലി, വിദേശ പഠനം എന്നിവ സഫലമാകും. നിലവിൽ മക്കളെക്കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന സമയമാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടും. മീനൻ രാശിക്കാരുടെ കർമ്മകാരകൻ കൂടിയാണ് വ്യാഴം. അതുകൊണ്ട് കർമ്മമേഖലയിൽ വളരെയധികം ഉയർച്ചകൾ ഉണ്ടാവും. മാർച്ച് 11 വ്യാഴത്തിൻ്റെ രാശിമാറ്റത്താൽ ഈ 7 രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകത്തിലെ ദശാകാലത്തിന് അനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ